നമസ്കാരം സാർ. ഇലക്ഷനൊക്കെ വരികയാണല്ലോ. അപ്പം എല്ലാവരും വോട്ടിടുന്നതിനെക്കുറിച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന തിരക്കിലാണ്. സാറിന് എന്താണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ സംസാരിക്കാനുള്ളത്? വരികയാണല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂകമ്പമൊക്കെ വരികയാണല്ലോ ആദ്യമായിട്ട് ലോകത്ത് എന്ന് പറഞ്ഞാൽ ഈ ഇലക്ഷൻ എത്ര വർഷം കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നു. വരുന്നു പോണു, വരുന്നു പോണു, വരുന്നു പോണു, വീണ്ടും വരുന്നു, വീണ്ടും പോണു. ഇപ്പം തന്നെ നാണ്ട് 3 പേര് മത്സരിക്കുകയല്ലേ ഉള്ളത്. ഇതിൽ ഈ ഭരണമാറ്റം എപ്പോഴാണ് ആഗ്രഹിക്കുന്നത്? ഒരാൾ വന്ന് നന്നായിട്ട് ഭരിച്ച് കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ ഭരണം മോശമായിരുന്നു എന്ന് പറയാനേ പറ്റുള്ളൂ. അല്ലാതെ പുതുതായിട്ടൊരു ഭരണം ഇവരൊക്കെ ഇനി എന്തൊക്കെ പറഞ്ഞെന്നാലും ഏതൊക്കെ പറഞ്ഞാലും അത് ചെയ്യാം ഇത് ചെയ്യാം. വികസനം, ജനങ്ങൾ പ്രബുദ്ധരാണ്. ജനങ്ങൾ പ്രബുദ്ധരാണെന്ന് വെച്ചാൽ ജനങ്ങൾ 2 വിഭാഗമുണ്ട്. ഒന്ന് സ്ത്രീകൾ, ഒന്ന് പുരുഷന്മാർ. പുരുഷന്മാർ കിടന്ന് കഠിനാധ്വാനം, ഒരുപാട് ചിലവുകളുണ്ട്, വ്യക്തിപരമായിട്ടുള്ള ചിലവുകളുണ്ട്, കുടുംബത്തിൻ്റെ കാര്യങ്ങളുണ്ട്, സമ്പാദിക്കണം, ആരോഗ്യ പ്രശ്നം നിലനിർത്തണം. അതല്ലെങ്കിൽ അവൻ്റെ പുരുഷത്വവും നശിച്ച് അവൻ്റെ ആണത്വവും നശിച്ച് അവന് ഒന്നും അല്ലാതായി മാറുന്നു ഒരു തരത്തിൽ. സ്ത്രീകളാണ് ഈ ദുരിതം മുഴുക്കെ അനുഭവിക്കുന്നത്. അവർക്ക് ആവശ്യത്തിനുള്ള ജീരകം ഇടാൻ പറ്റുന്നില്ല, ജീരക വെള്ളത്തിൽ, കാര്യം വില കൂടുതൽ. അപ്പോൾ ഓരോ സെക്കൻഡിലും അവർ ഭരണമാറ്റം വരുന്നത് ഓരോ വീട്ടിലെയും അടുക്കളയിലാണ്. ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു ചിലവ് വരുന്നത് അടുക്കളയിലാണ്. ആ എക്സ്പെൻസിൽ അവർക്ക് കൃത്യമായിട്ടറിയാം. അവിടെ അങ്ങനെ ഓരോ വീട്ടമ്മയിലും പ്രതിഫലിക്കുന്ന മാറ്റം ആർക്കുണ്ടാക്കാൻ പറ്റി? ഇത് കഴിഞ്ഞ ഗവൺമെൻറ്റിന് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് സ്ത്രീ ജനങ്ങൾ പറയട്ടെ. ഈ പുരുഷന്മാരുടെ ആധിപത്യം ഭൂമി ഉണ്ടായ സമയം മുതലുണ്ട്. ആധിപത്യം അത് അവരവിടെ വച്ചോ, അവർ വാശിക്കാരാണ്. ഈ സ്ത്രീകൾക്ക് അവർക്കറിയാം അതായത് ഇനി എത്രയൊക്കെ ആയിരുന്നാലും അവരുടെ ബഡ്ജറ്റ് അടുക്കളയിൽ ഇപ്പോൾ തന്നെ ഗ്യാസിന് ഇപ്പോൾ വില കൂടും, ഇത് അവരെ ബാധിക്കും. ഇതെല്ലാം അവരെ നല്ല നല്ല ആഹാരം കഴിക്കണം, നന്നായിട്ട് കഴിക്കണം, ഉണ്ടാക്കി കഴിക്കണമെന്ന് വിചാരിക്കുക. അത് 2 സുഖങ്ങളാണുള്ളത് ആകെ. അതിലൊന്ന് ഒരു സുഖമാണ് ഈ ആഹാരം കഴിക്കുന്ന സുഖം. അതവിടെ ഇല്ല, അവിടെ പറ്റുന്നില്ല. ഇപ്പോഴത്തെ കണ്ടീഷനിലൊക്കെ ഒരുവിധം ഒരു 4 അംഗങ്ങൾ ആഹാരം കഴിക്കുന്ന പ്രായത്തിലുള്ളവരുണ്ടെങ്കിൽ ഒരു 10-35,000 രൂപ ഇല്ലാതെ യാതൊരു പരിപാടിയും നടക്കുമെന്ന് ഒരാഴ്ച എന്തായാലും 3,000 രൂപ സാധനം വേണം. അപ്പം 4 ആഴ്ചയായപ്പോൾ 12,000 രൂപയായി. പിന്നെ മീൻ വേണം, ഇറച്ചി വേണം, എല്ലാം വേണം. കുട്ടികളല്ലേ, അവർക്ക് പോഷകാഹാരങ്ങൾ കൊടുത്തല്ലേ വിട്ടു മനുഷ്യൻ്റെ സംസ്കാരം അനുസരിച്ച്. അതനുസരിച്ച് ഇനിയിപ്പോൾ ആര് വന്നിരുന്നാലും അതൊരു 5 വർഷം നടപ്പിലാക്കിയാൽ പിന്നെ അവരവിടെ നിന്ന് ഇറങ്ങേണ്ടി വരില്ല. അതല്ലാതെ റോഡ് വികസനം വന്നു, അതെല്ലാം വന്നേ പറ്റൂ. അതിപ്പോൾ ഈ വംശം വർദ്ധിക്കുന്നതിനനുസരിച്ച് ഇത് വന്നില്ലെങ്കിൽ അത് വരുത്തും, അത് വന്നോളും. അതായത് ചുരുക്കി പറഞ്ഞാൽ ആഹാര കാര്യത്തിൽ കൈവച്ചിരിക്കുന്നത് പോലെ ഇരിക്കും വിജയവും പരാജയവും തിരഞ്ഞെടുപ്പിൽ. ഫുഡ് കഴിക്കാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി, സാധന വിലകളൊക്കെ വളരെ ഇത് ചെയ്യുക, ശമ്പളം കൂട്ടാൻ നോട്ടടിച്ച് ഇങ്ങനെ കറൻസി അടിച്ച് എല്ലാവർക്കും കൊടുത്തെന്ന് പറഞ്ഞ് അത് അങ്ങനെ നിലനിൽക്കുന്ന ഒരു സംഭവമല്ല. അപ്പം ആ വരുന്നതിനകത്ത് അവർ വീട്ടമ്മ തീരുമാനിക്കും. അതായത് ഈ ആഹാരക്കാര്യത്തിൽ കൈവച്ചിരിക്കുന്ന പോലെയാണ്, മറ്റ് ഗിമ്മിക്സ് ഒന്നും കാണിച്ചിട്ട് കാര്യം. മറ്റ് ഗിമ്മിക്സ് ഒന്നും അവർക്ക് അറിയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഒരു സ്ത്രീയോ പുരുഷനോ അങ്ങ് എറണാകുളത്ത് മേപ്പാലം ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് അവനെന്ത്, അതേപോലെ തിരിച്ച് എറണാകുളത്ത് താമസിക്കുന്നവർ തിരുവനന്തപുരത്ത് നല്ല റോഡും വരയും ഒക്കെ ഇട്ട് ചുറ്റും വരയിലായിട്ട് അങ്ങോട്ട് പോകണമെങ്കിൽ ഇങ്ങനെ വരാം, അങ്ങോട്ട് പോകണമെങ്കിൽ ഇങ്ങോട്ട് വരാം, നടുക്ക് ലക്ഷക്കണക്കിന് മീഡിയനിലും ലക്ഷക്കണക്കിനോ കോടിക്കണക്കിന് രൂപ ചിലവാക്കി ഓരോരോ പച്ച സാധനങ്ങളൊക്കെ ഞാൻ തിരുവനന്തപുരത്ത് ഇങ്ങനെ അടിച്ചു വെച്ച്. മനസ്സിലായി? ഇതൊക്കെ ഒരു വണ്ടി ഒന്ന് തട്ടി കൊടുത്താൽ 10-40 എണ്ണം അങ്ങ് പറഞ്ഞു പോകും. മനസ്സിലായില്ലേ? ഇപ്പം അതൊന്നും വീട്ടമ്മയടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം ഏത് പാർട്ടി ആയിരുന്നാലും എന്ത് പാർട്ടി ആയിരുന്നാലും മനസ്സിലായി, നമ്മളിപ്പോൾ ഒരുപാട് പാർട്ടികളുണ്ടല്ലോ, അവരൊക്കെ അറിയപ്പെടാത്തതാണ്, അവരൊക്കെ ഭരണത്തിൽ വരാത്തുണ്ട്. പക്ഷെ ഇത് മൊത്തത്തിൽ വില കുറയും എന്നൊക്കെ പറയുന്നത് തെരഞ്ഞെടുപ്പ് ഞാൻ ഈ പറഞ്ഞ സൈക്കോളജിക്കലി നിങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല. ഞാൻ സംസാരിക്കുന്നത് സൈക്കോളജിക്കലി നിങ്ങൾ കേൾക്കണം. ഒരു സൈക്കോളജിക്കൽ മൂവ്മെൻ്റാണ്. കാരണം ഇത് അവരിൽ പ്രതിഫലിക്കുന്നത് അവർക്ക് എന്താണ് ഈ പനി, അവരെ കൈകൊണ്ട് തൊട്ട് നോക്കിയിട്ട് പനി തോന്നുന്നില്ല, അവർക്ക് പിടിയില്ല. അതേപോലെ നിങ്ങൾക്കും പിടിയില്ല.
ആരും അവരെ ആഹാരത്തിൽ കൈവച്ചിട്ടില്ല. പക്ഷെ അവരെ ആഹാരത്തിൽ കൈവച്ചില്ല. അവർക്ക് ഫീലാവണം ജീവിതം മനുഷ്യനായിട്ട് ജനിച്ചത് ഭാഗ്യമാണ്, മനുഷ്യനായിട്ട് ജനിച്ചത് ഒരു ദുരന്തമാണെന്ന് തോന്നുന്നത് കഷ്ടം തന്നെയാണ്.